നമസ്കാരം. KGFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആടുകളുടെ ശരീരത്തിൽ ആന്തരിക പരാതങ്ങളും ബാഹ്യ പരാതങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. ആന്തരിക പരാതങ്ങളായിട്ടുള്ള വിരകളും ബാഹ്യപരാതങ്ങളായിട്ടുള്ള ചെള്ള്, പേന് മുതലായ ജീവികളൊക്കെ ആടിൻ്റെ ശരീരത്തിലെ രക്തം ഊറ്റി കുടിച്ച് ജീവിക്കുന്നവയാണ്. അതുകൊണ്ട് ആടുകൾ ഈ രണ്ട് തരത്തിലുള്ള പരാതങ്ങളുണ്ടെങ്കിലും ആടുകൾ വളരെ ക്ഷീണത്തിലേക്ക് പോകുന്നു, ആരോഗ്യം നശിക്കുന്നു, വളർച്ച മുരടിക്കുന്നു, പ്രത്യുൽപാദനപരമായിട്ട് പുറകോട്ട് പോകുന്നു. അതുപോലെ അതിന് രക്തപരാതങ്ങളായിട്ടുള്ള അസുഖങ്ങളും പിടിപെടുന്നു. ഉദാഹരണത്തിൽ അനാപ്ലാസ്മ തൈലേറിയ പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ട് ആടുകൾ മരണത്തിന് കീഴടങ്ങുന്നു. അപ്പോൾ ആന്തരിക പരാതങ്ങളും ബാഹ്യപരാതങ്ങളും ഇത് രണ്ടും ആടുകൾക്ക് അപകടം വരുത്തുന്നവയാണ്. ഈ പരാതങ്ങളായിട്ടുള്ള വിരകളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് പലതരത്തിൽപ്പെട്ട വിരമരുന്നുകൾ ലഭ്യമാണ്. ആടുകൾക്ക് വിരയിളക്കുമ്പോൾ തൂക്കം കണക്കാക്കി വിരയിളക്കുക, ഒരേ മരുന്നുകൾ തന്നെ ഉപയോഗിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ കാർഷിക പരിശോധന നടത്തി അതിൻ്റെ ശരീരത്തിൽ ഏത് വിരകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനുള്ള വിരമരുന്നുകൾ കൊടുക്കാം. ബാഹ്യപരാതങ്ങളായിട്ടുള്ള ചെള്ള്, പേന്, പട്ടുണി മുതലായ ജീവികൾ അവയെ പ്രതിരോധിക്കാനായിട്ടുള്ള ആൻറ്റിറ്റിക് ലോഷനുകൾ, അതുപോലെ സോപ്പുകൾ, പലതരത്തിൽപ്പെട്ട ലിക്വിഡുകൾ ഒക്കെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ലഭ്യമാണ്. അത് അവയ്ക്ക് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഐവർമെക്റ്റിൻ പോലുള്ള ഇഞ്ചക്ഷനുകൾ പ്രതിരോധത്തിനായിട്ട് അത് ചെയ്യാം. ഈ ആന്തരിക പരാതങ്ങളെക്കാളും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറച്ചുകൂടെ ഭയാനകമായിരിക്കും ബാഹ്യപരാതങ്ങളുടെ ആക്രമണം. കാരണം ബാഹ്യപരാതങ്ങളുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഈ ആടുകളിലെ മരണത്തിന് കാരണമായിരിക്കുന്ന തൈലേറിയ പോലുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടും. അനാപ്ലാസ്മ പിടിപെടും, ബബീസിയ പിടിപെടും. ഇങ്ങനെയൊക്കെയുള്ള 2-3 തരത്തിൽപ്പെട്ട രോഗങ്ങൾ അവ ആടുകളുടെ മരണത്തിന് കാരണമാക്കുന്ന അസുഖങ്ങളാണ്. ആടിൻ്റെ തൊലിക്കടിയിൽ വളരുന്ന മെയിഞ്ച് പോലുള്ള ചെറിയ വിരകൾ, അവയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആടുകളുടെ ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, രോമം കൊഴിയും, അതുപോലെ ശരീരത്തിൽ ആവാനും വ്രണങ്ങളുണ്ടാവും, ആടിന് അസഹനീയമായ വേദനയായിരിക്കും. പിന്നെയുള്ളത് ഈ വട്ടച്ചൊറി പോലുള്ള കാര്യങ്ങളൊക്കെ ആടിൻ്റെ ശരീരത്തിലുണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ പലതരത്തിൽപ്പെട്ട ത്വക്ക് രോഗങ്ങൾ, അതും ഈ ഫംഗസ് അതുപോലെ തന്നെ ബാഹ്യപരാതങ്ങളൊക്കെ പരത്തുന്ന ഒന്നാണ്. ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പലതരത്തിൽപ്പെട്ട മരുന്നുകളുണ്ടെന്ന് പറയും. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഹോമിയോയിൽ ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഹോമിയോ മരുന്ന് ഏതെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ? ഹോമിയോയിലും ഇതിൻ്റെ പ്രതിവിധിയുണ്ട്. ആടുകൾക്ക് അതിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കുന്ന മരുന്നാണത്. അതിൻ്റെ പേരാണ് ടിക്കൈഡ് ഡ്രോപ്സ് എന്ന് പറയും. 7 ഹോമിയോ മരുന്നുകളുടെ ഒരു കോമ്പോസിഷനാണ് ടിക്കൈഡ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. അത് ആടുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 10 മുതൽ 15 തുള്ളി മരുന്ന് ഒരു 15 മില്ലി വെള്ളത്തിനകത്തോട്ട് ചേർത്ത് ഒരു ദിവസത്തിൽ 3 നേരം ആടുകൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന മരുന്ന് 3 മുതൽ 5 ദിവസം വരെ തുടർച്ചയായിട്ട് ആടുകൾക്ക് കൊടുക്കണം. ആടിൻ്റെ ശരീരത്തിൽ ബാഹ്യപരാതങ്ങളായിട്ടുള്ള ചെള്ള്, പേന് കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ, അതുപോലെ ആടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോമം കൊഴിച്ചിലോ ചൊറിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹോമിയോ മരുന്ന് 5 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക. രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഹോമിയോ മരുന്ന് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ ആടുകൾക്ക് അതിൻ്റെ ശരീരത്തിൽ വ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഹോമിയോ മരുന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക, തുടർച്ചയായിട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ ശരീരത്തിലെ ആ വ്രണങ്ങളൊക്കെ ഉണങ്ങുന്നത് വരെ ഈ ഹോമിയോ മരുന്ന് കൊടുക്കാം. ഇത് നല്ല റിസൾട്ടുള്ള മരുന്നാണ്. ഇതിന് 30 മില്ലിയുടെ ബോട്ടിലായിട്ടാണ് വരുന്നത്. ഏകദേശം 255 രൂപയൊക്കെ വില വരും. പക്ഷേ ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. കാരണം നല്ലൊരു കോമ്പോസിഷനായിട്ടുള്ള ഹോമിയോയുടെ ഒരു മരുന്നാണ് ടിക്കൈഡ് ഡ്രോപ്സ് എന്ന് പറയുന്നത്.